ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ശുഭദിന ചിന്തയോട് വിശുദ്ധ കന്യകമറിയത്തെ പൗരസ്ത്യ ക്രൈസ്തവ സഭാമക്കൾ തങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ഉന്നതിയിൽ പ്രതിഷ്ഠിച്ച് ആദരിക്കുന്ന അനുഗ്രഹീത ദിനങ്ങളാണ് ഓഗസ്റ്റ് 1 മുതലുള്ള ദിനങ്ങൾ. അനേകായിരം സവിശേഷതകളും ഉപമാനങ്ങളും സാദൃശ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒന്നുപോലെ വിശുദ്ധ വേദത്താളുകളിലും ഖുറാനിലും വിശുദ്ധ കന്യക മറിയത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അവ വിസ്തരിക്കുവാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. ആദരപൂർവം വിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്ന ഈ നാളുകളിലെ ആദ്യ ചിന്ത പരിശുദ്ധ കന്യക മൗനത്തിൻ്റെ മഹത്വമറിഞ്ഞ മാതാവ് എന്നതാണ്. ഇത്രമാത്രം മൗനത്തിൻ്റെ മഹത്വമറിഞ്ഞ മറ്റൊരു കഥാപാത്രം വിശുദ്ധ വചനത്താളിൽ കാണില്ല. വിവാഹനിശ്ചയ കാലം മുതൽ മറിയത്തെ തിരുവചനം പരിചയപ്പെടുത്തുന്നത് സമ്പൂർണ്ണ അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും വിധേയപ്പെടുത്തലിൻ്റെയും ധന്യനിമിഷങ്ങളാൽ അലങ്കൃതമായ വ്യക്തിത്വമായിട്ടാണ്. മറിയം എന്ന ചെറുബാലികയുടെ ജീവിത മഹത്വം മാലാഖയുടെ വചനിപ്പ് മുതലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവഹിതം തന്നിൽ നിറവേറുവാൻ ഒരു ഭക്തന് അഥവാ ഒരു ഭക്തയ്ക്ക് ആവശ്യമായ ഗുണമാണ് മൗനത്തോട് സകലതും സമ്മതിക്കുക എന്നത്. അത് ദൈവികമായിരിക്കണം. ആ പശ്ചാത്തലത്തിൻ്റെ അതിശക്തമായ സ്വാധീനമാണ് ആ പെൺകുട്ടിയെ കൊണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയിച്ചത്. കാലിക ലോകത്ത് ദൈവകൃപയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. ആ സംശയം അസ്ഥാനത്തല്ല, അത് സത്യമായ സംശയമാണ്. ദൈവഹിത നിവർത്തീകരണത്തിന് പകരം സ്വന്തം ഹിതത്തിനായി വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന് ആത്മീക ലോകത്ത് അധികവും. അവനവൻ്റെ ആഗ്രഹ നിർവഹണത്തിനായി അഥവാ നിവർത്തിക്കായി ആത്മീയ ജീവിതത്തെ തരം താഴ്ത്തി കാണുന്ന ആർക്കും വിശുദ്ധ കന്യക മാലാഖയോട് പറഞ്ഞ ആ വചസ്സുകൾ പറയുവാൻ സാധ്യമല്ല. ആത്മീക മക്കൾ എന്ന നിലയിൽ വിശുദ്ധ മറിയത്തെപ്പോലെ മൗനമായി ദൈവഹിത നിവർത്തീകരണത്തിനായി ജീവിതത്തെ സ്വയം ഫലമേൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതായിരുന്നു മറിയത്തിൻ്റെ സ്വഭാവം. അതാകണം നമ്മുടെ മാതൃക. മലയാള സാഹിത്യകാരനായ KP അപ്പൻ്റെ ഭാഷ്യം ഇതാണ്: മകൻ്റെ ഉന്നതിയിലും പീഡാനുഭവത്തിലും മാനുഷിക വ്യഥ അനുഭവിച്ച ആ അമ്മയുടെ മഹത്വം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് തൻ്റെ മൗനം എന്ന അതിശ്രേഷ്ഠ ഗുണത്തിലാണ്. അത് മാലാഖയുടെ സ്വഭാവമാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നു: The silence is the nature of divinity, or the silence is the key of the heavenly nature or heavenly event. ആത്മീയതയുടെ സ്വഭാവമായിട്ടും സ്വർഗീയ സന്ദർഭത്തിൻ്റെ താക്കോലായിട്ടും അദ്ദേഹം മൗനത്തെ കാണുന്നു. ഗാന്ധിജി പഠിപ്പിച്ച മൗനം ഏറ്റവും മൂർച്ചയേറിയ ആയുധമെന്ന് പിൽക്കാലത്ത് ഇന്ത്യൻ മക്കൾ മനസ്സിലാക്കി. തൻ്റെ സ്വജീവിതത്തിലൂടെ ഈ പരമസത്യം അദ്ദേഹം വെളിപ്പെടുത്തി. സത്യത്തിൽ നമുക്ക് അനുകരിക്കുവാൻ കഴിയുന്ന ദിവ്യ സ്വഭാവമായി തീരട്ടെ മൗനം. മൗനമാണ് ആത്മീയതയുടെ ശക്തി കേന്ദ്രം. പകൽ മുഴുവനുമുള്ള അധ്വാനത്തിനായി രാത്രിയുടെ 4-ാം യാമം വരെ ഏകനായി മൗനനായി പിതാവിനോട് സംവേദിച്ച പുത്രൻ തമ്പുരാൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകണം. ആ മൗനം പുത്രനിൽ ലഭ്യമായത് വിശുദ്ധ അമ്മയിൽ നിന്നാണ്. ഏവർക്കും ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ.